ചെറിയ ചൂര എന്ന് കിട്ടി. അപ്പോൾ ചൂര മീൻ പുളിയും കപ്പ പുഴുക്കും ഉണ്ടാക്കാം. മീൻ വൃത്തിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാള, തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത് എല്ലാം എടുത്ത് ഇനി നമുക്ക് സവാളയും തക്കാളിയും കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയും ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ ഇടാം. അത് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി അതിൻ്റെ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളിടാം. ഇനി പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാധാരണ നമ്മൾ മീൻ കറിയിലിടുന്ന. ഇനി നന്നായിട്ട് ഇളക്കി അതിനും നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾ ഇളക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലോട്ടിടാം. സവാളയും തക്കാളിയും അരച്ച് വെച്ച് അതിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്ന് നമുക്കതിൽ പുളി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് നന്നായി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത്. കറി ആവശ്യമുള്ള കുറച്ചും കൂടെ ഒഴിക്കാം വെള്ളം. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൻ്റെ ഇപ്പോൾ ഉപ്പ് ഇട്ട് ഇനി നമുക്ക് തിളയ്ക്കാൻ വയ്ക്കണം. കറി നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ കറി തിളച്ച് വന്നതിന് ശേഷം മാത്രം മീനിടാവുള്ളൂ. കറി തിള വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി നന്നായിട്ട് മീനിനെല്ലാം അരപ്പെല്ലാം പിടിക്കുന്നവർ അത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് കറി തിളയ്ക്കണ സമയം കൊണ്ട് കപ്പ അരിഞ്ഞെടുത്ത് വെക്കണം. കപ്പ നമുക്ക് വേവിക്കാൻ വെക്കണം. ഇപ്പോൾ കപ്പ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ അരിഞ്ഞ് വെച്ച് ഇനി അതിൽ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ച് ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ കപ്പ വെന്ത് നല്ല വേവണ കപ്പയായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ട് ഇനി അരപ്പൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ കപ്പ പുഴുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയിലോട്ട് മാറ്റാം. നല്ല ഈ പരുവത്തിന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഒരുപാട് ലൂസാക്കി കപ്പ എടുക്കരുത്. ഈ ഒരു പരുവത്തിൽ കപ്പ ഉടച്ചെടുക്കും. ഇനി ഇലയിലോട്ട് നമുക്കെടുത്ത് മീൻ കറിയും വീത്തി കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.